പാരായണം ചെയ്യുന്ന മത്സരത്തിൽ പങ്കെടുത്തു. അതൊന്നും ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പോയ നമ്മുടെ മിടുക്കിയായിട്ടുള്ള കാരാളിക്കുളത്തുള്ള നിജുമുദ്ദീൻ മൗലവി അവരുടെ ഹാഫിസ് നിജുമുദ്ദീൻ മൗലവി അവരുടെ മകൾ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഉസ്ന ഫാത്തിമ. ഞാൻ മനസ്സിലാക്കുന്ന സബ്ജക്ട് കറക്ഷൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ അവസാന റൗണ്ട് മത്സരത്തിൽ വരെ പങ്കെടുത്ത് മികവും പ്രാഗൽഭ്യവും തെളിയിച്ച മിടുക്കിയായ കൊച്ചനുജത്തിയാണ് ഉസ്ന ഫാത്തിമ. ഖുർആൻ മനഃപ്പാഠമായി പാരായണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അന്തർദേശീയ മത്സരത്തിൽ 133 രാജ്യങ്ങൾ പങ്കെടുത്ത അന്തർദേശീയ മത്സരത്തിൽ അവസാന റൗണ്ട് വരെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ കാരാളിക്കോണം എന്നുള്ള ഈ കൊച്ചു ഗ്രാമപ്രദേശം വിശുദ്ധ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട ആഗോള ഭൂപടത്തിൽ ഈ കാരാളിക്കോണം എന്ന കൊച്ചു ഗ്രാമം ചരിത്രത്തിൽ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുകയാണ്. ആ മിടുക്കിയായ കൊച്ചനുജത്തിയെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാകില്ല. സാന്ദർഭികമായി ഇവിടെ അധ്യക്ഷൻ പരാമർശിച്ചതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പ്രിയപ്പെട്ട ഇളമാട് ഷാജിയുടെ നേതൃത്വത്തിൽ ഒരു ദിവസം ഒരു നിവേദക സംഘം എന്നെ വന്ന് കണ്ടു. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. ആ ഇടപെടൽ നടത്തി. ആ ഇടപെടൽ പ്രിയപ്പെട്ട ഉസ്ന ഫാത്തിമയ്ക്ക് സൗദിയിൽ പോയി ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളതിൽ തികഞ്ഞ അഭിമാനവും ചാരിതാർത്ഥ്യവുമുള്ള ഒരാളാണ് ഞാൻ. കാരണം അന്നൊരു വാക്ക് പറഞ്ഞതുകൊണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ ആയാലും അല്ലെങ്കിൽ ആ ഒരു ഇടപെടലും ഇതിന്റെ ഭാഗമായി വന്നു എന്ന് മാത്രമല്ല, അങ്ങനെ പോയയാൾ കേരളത്തിൽ നിന്ന് ദേശീയ തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് ദേശീയ തലത്തിൽ നിന്നും അന്തർദേശീയ തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും അവിടെ പോയി അവസാന റൗണ്ട് വരെ മത്സരത്തിൽ മികവാർന്ന പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്ത ഉസ്ന ഫാത്തിമ ഭാവിയിൽ ഒരുപാട് ചരിത്രങ്ങൾ കുറിക്കാൻ അല്ലെങ്കിൽ ചരിത്രങ്ങൾ എഴുതി ചേർക്കാൻ കഴിവുള്ള മിടുക്കിയായ നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട സഹോദരിയായി വരും കാലങ്ങളിൽ വളർന്നു വരട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട കൊച്ചനുജത്തെയും അതിന് ആ മിടുക്കിയായ പെൺകുട്ടിയെ പ്രാപ്തമാക്കിയ അദ്ദേഹത്തിന്റെ പിതാവ് ബഹുമാനപ്പെട്ട മൗലവി അവരുടെയും മറ്റു ബന്ധപ്പെട്ട എല്ലാവരെയും ഈ അവസരത്തിൽ നാടിന്റെ ആകെ പേരിൽ നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഹാർദമായ അഭിനന്ദനങ്ങൾ കൂടി അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഈ വേദിയിലും സദസ്സരും സന്നിഹിതരായിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ വൈവിധ്യമാർന്ന ചടങ്ങുകൾക്ക് സാക്ഷ്യം ഒരുക്കുന്ന വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരുപാട് സവിശേഷതകളും അനിതര സാധാരണത്വവും അവകാശപ്പെടാൻ കഴിയുന്ന ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകളും അതുപോലെ തന്നെ 1501ാമത് നബിദിന ആശംസകളും ഈ അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.